മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രങ്ങളിലൊന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. മലനിരകളെ തഴുകിയെത്തുന്ന കൂടമഞ്ഞും മൂന്നാറിന്റെ പരന്ന കാഴ്ചകളും വരയാടിൻ കുഞ്ഞുങ്ങളുമൊക്കെയാണ് സഞ്ചാരികളെ ഉദ്യാനത്തിലേക്ക് ആകർഷിക്കുന്നത്. ഇതിനു പുറമെ സഞ്ചാരികൾക്കായി മറ്റു ചില കാഴ്ചകളും ഉദ്യാനത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന തരത്തിലാണ് പാർക്കിൽ ഓരോ വർഷവും പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വരയാടിന്റെ പ്രജനന കാലം കഴിഞ്ഞ് പാർക്ക് തുറന്നതോടെ നിരവധി പുതുമകളാണ് വിനോദസഞ്ചാരികൾക്കായി പാർക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത്. മലനിരകളും ചോലവനങ്ങളും പുൽമേടുകളും നിറഞ്ഞ പാർക്കിന്റെ പല ഭാഗങ്ങളിലും എത്തിപ്പെടാൻ വിനോദസഞ്ചാരികൾക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ പാർക്കിനെ മനസ്സിലാക്കാനും മലനിരകളെ കയ്യെത്തും ദൂരത്ത് കാണുന്നതിനും ഇവിടെ വെർച്വൽ റിയാലിറ്റിയിൽ ആസ്വദിക്കാൻ സംവിധാനമൊരുക്കിയിട്ടുണ്ട്. 3D സംവിധാനത്തിലൂടെ പാർക്കിനെ കുറിച്ചുള്ള വിവരങ്ങൾ സഞ്ചാരികൾക്ക് ലഭിക്കുന്നത് വ്യത്യസ്തമായ അനുഭവമാണ് പകർന്നു നൽകുന്നത്. കേരളത്തിൽ തന്നെ ഏറ്റവും ഒരു നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർക്കിഡ് ഏരിയമാണ് നമ്മുടെ ഇവിടെ ഇരവികുളത്ത് ഉള്ളത്. ആ ഓർക്കിഡ് ഏരിയത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ഇരവികുളം നാഷണൽ പാർക്ക് എന്ന് പറയുന്നത് ഒരു 2000 മീറ്ററിന് മുകളിലുള്ള ജൈവ വ്യവസ്ഥ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്ന ഒരു നാഷണൽ പാർക്കാണ്. അപ്പോൾ അവിടെ കാണുന്ന പല സസ്യങ്ങളും നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും കാണാത്ത സസ്യങ്ങളാണ്. വളരെ എൻഡമിക് നേറ്റീവ് ആയിട്ടുള്ള സസ്യങ്ങളാണ്. അപ്പോൾ അവിടെ കാണുന്ന 58 തരം ഓർക്കിഡുകൾ നമ്മളിവിടെ നമ്മളുടെ ഓർക്കിഡ് ഏരിയത്തിൽ ജനങ്ങൾക്ക് കാണാനും അത് മനസ്സിലാക്കി ജനങ്ങൾ അതിനെപ്പറ്റി പഠിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഓർക്കിഡ് ഏരിയത്തിൽ ഒരുക്കുന്നത്. കൂടാതെ പന്നൽ ചെടികളുടെ ഫേണറികളുടെ ഒരു ഫേണറിയും നമ്മൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആ ഫേണറിയിൽ 100-150 പരം പന്നൽ ചെടികളുടെ വർഗ്ഗങ്ങളെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ജനങ്ങൾക്ക് ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ജനങ്ങൾക്ക് ഈ ജൈവ വ്യവസ്ഥയെക്കുറിച്ചും ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചും സസ്യങ്ങളെക്കുറിച്ചും കൂടുതലായിട്ട് പഠിക്കാനും അറിയാനും വേണ്ടിയിട്ടാണ് ആ ഒരു സൗകര്യം നമ്മളിവിടെ ഒരുക്കിയിട്ടുള്ളത്. ആദ്യകാലങ്ങളിൽ വിനോദസഞ്ചാരികൾക്ക് പാർക്കിലെത്തി മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത പാർക്കിൽ കയറേണ്ട സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്നാകട്ടെ അത്തരം രീതികൾ പാടെ മാറി. വിനോദസഞ്ചാരികൾക്ക് ക്യൂവിൽ നിൽക്കാതെ ഓൺലൈനായും വാട്സാപ്പ് മുഖേനയും ടിക്കറ്റുകൾ എടുക്കുന്നതിന് സൗകര്യമുണ്ട്. നേരത്തെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തിട്ടുള്ള ഒരു രീതിയിലായിരുന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഈ വർഷം നമ്മൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് 100% ഈ ടിക്കറ്റിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്തു. ഓൺലൈനായിട്ടും വാട്സാപ്പ് ടിക്കറ്റിങ്ങും ഇങ്ങനെ 2 രീതിയിലും ജനങ്ങൾക്ക് അവർ വരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആ ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനം നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട്. കൂടാതെ ടിക്കറ്റ് എടുക്കാതെ വരുന്നവർക്ക് ഇവിടെ തന്നെ ഈ ടിക്കറ്റിംഗ് സംവിധാനം അല്ലെങ്കിൽ ഓൺലൈൻ വഴി ടിക്കറ്റ് എടുക്കുന്ന രീതിയിൽ വാട്സാപ്പ് ടിക്കറ്റിംഗ് എല്ലാം നമ്മളിവിടെ നമ്മളുടെ സ്റ്റാഫിന്റെ സഹായത്തോടുകൂടി എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൂർണ്ണമായും ക്യാഷ്ലെസ് ആയിട്ടുള്ളത്. കൂടാതെ തന്നെ നേരത്തെ വരുന്ന ഒരു കൗണ്ടർ ആണെങ്കിൽ ഇപ്പോൾ 5 കിയോസ്കുകളും വാട്സാപ്പ് ടിക്കറ്റിംഗ് ഉൾപ്പെടെ ഒരേ സമയം തന്നെ ഒരുപാട് ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഒരു സംവിധാനമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ആ ജനങ്ങൾക്ക് മഴയും വെയിലൊന്നും കൊള്ളാത്ത രീതിയിൽ നമ്മൾ നിൽക്കാനുള്ള ഒരു സംവിധാനവും നമ്മളുടെ ഒരു വിസിറ്റേഴ്സ് ലോഞ്ചിന്റെ എക്സ്റ്റൻഷനും അവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് മറ്റേ റിഫ്രഷ്മെന്റ്സ് വേണ്ടിയിട്ടുള്ള ചെറിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ആഹാരങ്ങൾ നൽകുന്നതിനുള്ള സംവിധാനവും എല്ലാം നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. ട്രാഫിക് കുരുക്ക് കുറയ്ക്കുന്നതിന് പ്രത്യേക പാർക്കിംഗ് സംവിധാനവും പ്രത്യേക കഫറ്റേരിയ, 100 പേർക്ക് ഒരേ സമയം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഹോട്ടൽ സംവിധാനം, മൂന്നാറിലെ മലനിരകളിൽ മാത്രം കണ്ടുവരുന്ന അപൂർവ ഇനം സസ്യങ്ങൾ നട്ടുവളർത്തിയ ഓർക്കിറ്റോറിയവും സഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. മതിവരിവോളം ഈ കാഴ്ചകൾ കണ്ടാണ് ഇവിടെ എത്തുന്ന സഞ്ചാരികൾ മടങ്ങാറ്. രാജമല വളരെ സുന്ദരം. ഈ കോടമഞ്ഞും അതുപോലെയുള്ള ഈ കാഴ്ചകളും ചില ആംഗിളിൽ ഫോട്ടോസിന് കുറച്ച് ഇരുട്ട് തോന്നുമെങ്കിലും ചില ആ ബ്യൂട്ടിഫുൾ ആണ്. ഞാൻ അല്പം ചിത്രം വരയ്ക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് ഇവിടുന്ന് പോകാൻ മനസ്സിരുന്നില്ല. അതും ഈ മഞ്ഞ് കിട്ടിയത് എനിക്ക് തോന്നുന്നു ഇന്നലെ ഇത്ര ഉണ്ടായിരുന്നില്ല, അന്നാരോ പറഞ്ഞു കേട്ടു. ഇന്നലെ ഉച്ചനേരത്ത് മഴ പെയ്തു. പക്ഷെ ഇന്ന് നമ്മൾ സാധാരണ ഉള്ള പോലെ തന്നെയുള്ള ഒരു കോടമഞ്ഞും ഒരു ശീതക്കാറ്റും ഒക്കെ ഉണ്ട്. ഞങ്ങൾ കാസർഗോഡ് ഭയങ്കര ചൂടാണ്. അപ്പൊ അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇവിടെ എത്തിയിട്ടാവും നല്ലൊരു സുഖം കിട്ടുന്നത്. കാരണം നല്ലൊരു മഞ്ഞ് കൊള്ളുമ്പോൾ നല്ല മനസ്സിനൊരു സുഖവും. 47 പേരുള്ള ബാച്ച് നന്നായിട്ട് എൻജോയ് ചെയ്തു. മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്.